ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പയ്യന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എൻ്റെ പെങ്ങളുടെ കൂടെ ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ്. അവിടുത്തെ വിശേഷം നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതി. പുതിയ ബിൽഡിംഗ് ആയതിനു ശേഷം ആദ്യമായാണ് അവിടെ പോകുന്നത്. നല്ല വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ട്, എന്നാലും കുറേ പോരായ്മകളുണ്ട്. പേഷ്യൻറ്റിനനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് ഇല്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾക്ക് 9:30 മണിയാകുമ്പോഴേക്കും ഞങ്ങളെത്തി. 141ാമത്തെ ടോക്കണാണ് കിട്ടിയത്. അതിൽ 2 ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ ഒ പിയിൽ 2 ഡോക്ടേഴ്സ്. നമ്മുടെ 140ാമത്തെ ടോക്കൺ ഏകദേശം 12:30 മണി കഴിഞ്ഞിരുന്നു. ഓക്കെ, പിന്നെ ഫാനുകൾ വളരെ കുറവാണ് അവിടെ. പേഷ്യൻ്റ് അതിപ്പം ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് അതൊക്കെ വരുമായിരിക്കും. ബാക്കിയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് ഈ രീതിയിൽ എത്ര നാളുണ്ടാവുമെന്ന് അറിയത്തില്ല. പക്ഷേ അത് ഇപ്പം നമ്മളെ പോലെ പോകുന്നവരും പേഷ്യൻ്റ് ആയാലും ശരി, നമ്മൾ അവിടെ പോകുന്ന പേഷ്യൻ്റ് ആയാലും കൂടെ പോകുന്നവരായാലും നമ്മളാണ് അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ വൃത്തികേടാക്കാതെ നോക്കണം എന്നൊക്കെയാണ്. കുഴപ്പമില്ല. അതായത് 4 ബ്ലോക്കാണ്. A മുതൽ D വരെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് A ബ്ലോക്കിലാണ് കയറിയത്. പിന്നെ കണ്ണ് കാണിക്കാനുണ്ടായിരുന്നു, അത് B ബ്ലോക്കിലാണ്. അങ്ങനെ കണ്ണിൻ്റെ അടുക്ക് എത്തി. കണ്ണിന് ചികിത്സയ്ക്ക് വേണ്ടി മരുന്നൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഡോക്ടർ കുറച്ചൊരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഏകദേശം നമ്മുടെ ടോക്കൺ എത്താറായി. ഈ B ബ്ലോക്കിലാണ് കണ്ണിൻ്റെത്. അപ്പോൾ അവിടെ വേറെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ നല്ല പെരുമാറ്റമൊക്കെയാണ്. അപ്പം കണ്ണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവിടെ നിന്നും ഞങ്ങൾ വീണ്ടും A ബ്ലോക്കിലേക്ക് വരികയാണ്. ഒന്നുകൂടെ വാർഡിൽ തൽക്കാലം കിടത്തി. പിന്നെ റൂമിലേക്ക് മാറ്റാൻ പറഞ്ഞു. അത് കുറച്ച് നേരം റൂം സെറ്റായതിനു ശേഷം, റൂമൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ, ബെഡൊക്കെ ഒരുപാട് കാലിയുണ്ട്. നമ്മളിപ്പം ഹോസ്പിറ്റൽ വലുതാക്കിയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കാണുന്നതൊക്കെ നല്ല വൃത്തിയും പിടിപ്പും ഒക്കെ. മെയിനായിട്ട് പറയാനുള്ളത് തന്നെയാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഈ വൃത്തിഹീനമായ സാഹചര്യമാണ് എല്ലാവരും വെറുക്കുന്നതും അവിടെ പോകാൻ മടിക്കുന്നതൊക്കെ. പിന്നെ ഇവിടെയുള്ളൊരു പോരായ്മ ഇപ്പം തലയാണ് ഇതിനൊക്കെ കവറിടാമായിരുന്നു. അത് ആദ്യം ഉണ്ടായ ഹോസ്പിറ്റൽ ഇതാണ്, ഫുള്ളായിട്ട് പുതിയതൊന്നുമല്ല. ബെഡും കാര്യങ്ങളൊക്കെ ഒരുപാട് റീയൂസ് തന്നെയാണ്. അവിടെ ആദ്യം ഉപയോഗിച്ചതാണ്. അതിൻ്റെയൊക്കെ കുറച്ച് പോരായ്മകളുണ്ട്. പിന്നെ ഉച്ചഭക്ഷണം പോകുന്ന ഇത് നമ്മൾ ക്യാൻറ്റീനിൽ ഉച്ചഭക്ഷണം കഴിക്കാം. ഓക്കെ, അത്രയുള്ള വിശേഷങ്ങൾ. എല്ലാ സ്ഥലത്തും ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ.